ഈ ഈശോ നമ്മളെ സ്നേഹിക്കുന്നതിലല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിലാണ് കാര്യം. ഒരാളെ 7-70 പ്രാവശ്യം ക്ഷമിക്കണം, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കണം. നമ്മൾ മൈൻഡ് ചെയ്യുന്നതിനുള്ളതാണ് ഈശോയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും ഈശോ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾക്ക് പശ്ചാത്തപിക്കേണ്ടതിന് അവിടെ നമ്മുടെ പാപങ്ങൾ അവഗണിക്കുന്നു. കർത്താവ് അത്രയും നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാൻ 4:10 നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും എന്നതിലാണ് സ്നേഹം. ഈ ഈശോ നമ്മളെ സ്നേഹിക്കുന്നതിലല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിലാണ് കാര്യം. ഈശോ ഇപ്പൊ ഞാൻ എന്താണോ അതൊന്നും അല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് ഞാൻ എന്റെ ഈശോയുടെ കൊച്ചാണ്, ആ ഒരു സാധനമാണേ. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു എന്നതുകൊണ്ടാണ്. പിന്നെ ഞാനിത് ഇങ്ങനെ സ്നേഹത്തെ പറ്റി ഇങ്ങനെ പറയുമ്പം ഞാനിങ്ങനെ ജീസസ് ആണ്. ഇപ്പൊ ഞാനിങ്ങനെ ഗ്യാതറിങ്ങളൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ സ്നേഹത്തിനെ പറ്റി ഈ സാധനം ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴേ ഈശോ പറയുന്ന സാധനങ്ങളില്ലേ, ഇങ്ങനെ ഒരാളെ 7-70 പ്രാവശ്യം ക്ഷമിക്കണം, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കണം. ഈ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ എന്നെ ഇപ്പൊ ഒരാൾ തല്ലുവാണ്, അല്ലെങ്കിൽ എന്നെ ഇപ്പൊ ഒരാൾ അടിക്കുവാണ്. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു കാര്യമില്ല, എന്റെ കാര്യമൊന്നുമില്ല, എന്റെ ബാക്കിൽ എന്താ കാര്യമൊന്നുമില്ല. പക്ഷെ ഒരാളെന്നെ ചുമ്മാ ഒരു കാര്യമില്ലാതെ തല്ലുവെന്ന് വെച്ചു, ഉറപ്പായിട്ട് എനിക്ക് തിരിച്ചു തരൂലേ? ഉറപ്പായിട്ട് എനിക്ക് തിരിച്ചു തരുന്നോ? അല്ലെങ്കിൽ അയാൾക്ക് കാര്യമായ തിരിച്ചൊരു സാധനം തോന്നും. പക്ഷെ ഇത് പറയുവാണ്, ഒരു കർണത്തിനോട് നിങ്ങൾ മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക. അതാണ് സ്നേഹം എന്നൊക്കെ പറയുക. നമ്മുടെ ഒരു സ്നേഹമല്ല ദൈവത്തിന് സ്നേഹം എന്നുള്ളതേ. നമ്മുടെ ഒരു ചിന്താഗതി നല്ല ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺകണ്ടീഷണൽ ആണേ. അൺകണ്ടീഷണൽ ആണ്. നമുക്ക് അത് എത്തിപ്പെടാൻ പറ്റുമെന്ന് വെച്ചാൽ എത്തിപ്പെടാൻ പറ്റും. നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഉറപ്പായിട്ട് എത്താൻ. ഈ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാതെ പറയില്ലേ, ഈ 7-70 പ്രാവശ്യം ക്ഷമിക്കും. ഇപ്പൊ ഒരാൾ എന്നോട് എന്തെങ്കിലും തെറ്റ് കാണിച്ചു, അപ്പം എന്നോട് ക്ഷമിക്കുക. ഇപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ചിന്തിച്ചേ, ഞാനിങ്ങനെ ചുമ്മാ ചിന്തിച്ചു. ഇപ്പം എന്നോട് ഇങ്ങനെ ഭയങ്കര സ്നേഹം കാണിക്കുന്ന ആൾ, ഞാൻ പണ്ടത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ഞാൻ പണ്ടായിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നത്തില്ല. എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചേ. അപ്പം എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുവാണേ, എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് അയാളോട് അത്ര സ്നേഹം തോന്നത്തില്ല, ഞാൻ അയാളെ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ തന്നെ. അപ്പം നമ്മളിപ്പോ ഈശോയ്ക്ക് മനസ്സിലായെന്ന് വെച്ചോ, നമ്മൾ ആ സ്നേഹം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഈശോയ്ക്ക് അറിയാലോ എല്ലാം വിളിച്ചോളൂ. അപ്പം നമ്മൾ മൈൻഡ് ചെയ്യുന്നുള്ള സാധനം ഈശോയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും ഈശോ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഈ നമ്മൾ മൈൻഡ് ചെയ്യാത്ത സാധനം ഒന്നും ഉള്ളിലൊന്നും ഇടാതെ പുള്ളിക്കാരൻ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതെന്നാ സാധനമേ, ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സാധനമാണ്. അത് ഈ പറയുന്ന നമ്മള് പാപം ചെയ്താൽ ദൈവത്തിന് നമുക്ക് ആ ഒരു വേറൊരു സാധനം എന്നെ ഇങ്ങനെ കൊണ്ടൊരു സാധനമാണേ. നമ്മൾ പശ്ചാത്തപിക്കേണ്ടതിന് അവിടെ നമ്മുടെ പാപങ്ങൾ അവഗണിക്കുന്നു. ജ്ഞാനം 11:21. നമ്മൾ പശ്ചാത്തപിക്കാൻ വേണ്ടി പുള്ളി നമ്മുടെ പാപം ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുവാണ്. അത് എന്തിനാ? നമ്മള് പുള്ളിയോടൊപ്പം ആയിരിക്കാൻ, നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ഈശോയുടെ അടുത്തിരിക്കാനൊക്കെ ആയിട്ട് പുള്ളി നമ്മുടെ പാവം ഇങ്ങനെ കണ്ടില്ലെന്ന് നടക്കുകയാണ്. ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ അതിനാണല്ലോ ഈശോ അപ്പമായത്. നമ്മളോട് ഈ മനുഷ്യന്റെ ഉള്ളിലായിരിക്കാൻ, നമ്മളോടൊപ്പം ആയിരിക്കാനാണല്ലോ ഈശോ അപ്പമായത്. നമ്മുടെ ബ്ലഡിലൊക്കെ അലിഞ്ഞു ചേരാനും, നമ്മുടെ കണ്ണിലൊക്കെ നമ്മളെ കണ്ണാകാനും, നമ്മുടെ ചിരിയാവാനും, നമ്മുടെ മുഖമാകാനും, നമ്മുടെ ശരീരം ആവാനൊക്കെയാണ്, നമ്മുടെ കൂടെ ആയിരിക്കാനാണ് ഈശോ അപ്പമായത്. ഇത് ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് ഭയങ്കര സാധനമാണ്. അത് ഇതിന് നേരത്തെ മാട്ടിനാണും തിരുവനന്തപുരമൊക്കെ പറഞ്ഞ പോലെ മാട്ടിനാണ് മറ്റേ ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ സാധനം എന്നെ ഭയങ്കര ഇത് കൊണ്ടു. ഇവര് ഒന്ന് എന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി ഞാൻ വേണേ ഒന്നുകൂടെ മരിക്കാം. ഇവര് എന്റെ അടുത്ത്, അല്ലെങ്കിൽ എനിക്കൊന്ന് സമയം തരാൻ വേണ്ടിയിട്ട് ഞാൻ വേണേ ഒന്നുകൂടെ വന്ന് ഭരിക്കാന്നേ. പക്ഷെ എന്റെ നീതി അനുവദിക്കുന്നില്ല അതൊരു സാധനം. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര മാക്സിമം നമ്മൾ കൊടുക്കുക. നമുക്ക് കർത്താവ് അത്രയും നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈശോ അത്രയും നമ്മളോട് അടുത്താണ്.